السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, മഹാനരായ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസമാണ് റബീഉൽ അവ്വൽ. 16-നാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇസ്ലാമിക ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന് തുല്യതയില്ലാത്ത വിധം ഖിദ്മ നിർവഹിച്ചുകൊണ്ട് ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ സ്ഥാനം നേടിയ എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തും പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള പരിചയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശസ്തി നൽകിയിട്ടുള്ള മഹാവ്യക്തിത്വമാണ് ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു. അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാൻ ബിൻ അബീബക്കർ ജസൂലി അസ്സിംലാലി അൽ മറാക്കിഷി, ഇതാണ് മഹാനവറുകളുടെ പൂർണ്ണനാമം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ആത്മീയമായ സൗഭാഗ്യം ധാരാളമായി നൽകുമ്പോൾ അവരെക്കൊണ്ട് സമൂഹത്തിന് വലിയ ഉപകാരം ലഭിക്കുന്ന അവസ്ഥ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ ഖിദ്മത്ത് മുഖേന അല്ലാഹു തആല വലിയ ഖബൂലിയത്ത് നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് മഹാനവറുകൾ. മഹാനവറുകളുടെ ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ലോകത്തെ വിശ്വാസികൾ ധാരാളമായി ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള വ്യത്യസ്ത സ്വലാത്തുകൾ സിസ്റ്റമാറ്റിക്കായി പാരായണം ചെയ്യുന്നതിന് ആശ്രയിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിലുൽ ഖൈറാത്ത്. ചില മഹാന്മാര് നിരീക്ഷിച്ചതുപോലെ ഒരു കിതാബിന് സ്വീകാര്യത വരുന്നത് ആ കിതാബ് ഉണ്ടാക്കിയ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അംഗീകാരമാണ്. എങ്കിൽ എല്ലായിടത്തും പാരായണം ചെയ്യപ്പെടുകയും വിശ്വാസി സമൂഹത്തിന്റെ നാവിലൂടെ നിരന്തരം അതിലെ വാചകങ്ങൾ തത്തിക്കളിക്കുകയും ചെയ്യുന്ന ഓരോ കാലഘട്ടത്തിലും വലിയ പവറോടുകൂടെ അത് നിലനിൽക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു സൗഭാഗ്യം അതിൽ ദലായിലുൽ ഖൈറാത്തിന്റെ വിഷയത്തിൽ 100% സത്യമാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഇത്രയും പ്രശസ്തിയും അതേപോലെ അംഗീകാരവും ലഭിച്ച സ്വലാത്തുമായി ബന്ധപ്പെട്ട മറ്റു ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയത്തോടുകൂടെ നിരീക്ഷിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് ധാരാളം പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ജസൂലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരായി ഇന്ന് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും ആരുമില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്താൻ മാത്രം അവിടുത്തെ ശുഹറത്തും പ്രശസ്തിയും വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ആദരിച്ചും ബഹുമാനിച്ചും ജീവിതത്തിൽ മഹാനവറുകൾ മഹത്തായ സ്വലാത്തിന് നടത്തിയിട്ടുള്ള വലിയ സേവനത്തുകൊണ്ടാണ് ആ മഹത്തായ സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ടവർ ദലായിലുൽ ഖൈറാത്ത് എന്ന ഈ മഹത്തായ സ്വലാത്ത്, ദലായിലുൽ ഖൈറാത്ത് വ ശവാരിഖുൽ അൻവാർ ഫീ ദിക്രി സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ആ സ്വലാത്തിന്റെ കിതാബിന്റെ പേര്. അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാനുള്ള പ്രഥമമായ കാരണത്തെപ്പറ്റി മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും അതിന്റെ ശ്രേഷ്ഠതയും അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുകയും ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക വഴി വിശ്വാസി സമൂഹത്തിന്റെ ഈമാനികമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിഷയത്തിന് സഹായകമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് മഹാനവറുകൾ ആ വിഷയത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ സാലിഹ്യങ്ങൾ പറഞ്ഞത് കാണാമല്ലോ നമുക്ക്. വൈദാ റഅയ്ത നഫ്സ മിൻക തഹക്കമത് വഗദത് തഖൂദുക ഫീ അൽശഹവാതി ഫസ്രിഫ് ഹവാഹാ ബിസ്സലാത്തി മുവാളിബൻ ലാ സിയമൻ ബിദലായിലിൽ ഖൈറാത്തി. നിന്റെ ശരീരം നിന്നെ തിന്മകളിലേക്കും തെറ്റുകളിലേക്കും നയിച്ച് അധാർമിക പ്രവർത്തനങ്ങളുടേതായ ലോകത്ത് സ്വൈരവിഹാരം നടത്തി നരകത്തിൽ ചെന്നു ആപ്പതിക്കാൻ ആവശ്യമായ തകർച്ചയുടേതായിട്ടുള്ള റൂട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്ന ഘട്ടം, ആ സമയത്ത് അതിൽ നിന്നു മാറാനും നിന്റെ ജീവിതത്തെ ആത്മീയമായ നന്മയിൽ കരുപ്പിടിപ്പിക്കാനും നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ശൈലി ഫസ്രിഫ് ഹവാഹാ ബിസ്സലാത്തി മുവാളിബൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന ആ ഒരു വിഷയത്തെ നിന്റെ ഹാബിറ്റാക്കി മാറ്റി
നിന്റെ ജീവിതത്തിൽ അതിന് വലിയ സ്വീകാര്യതയും അതേപോലെ തന്നെ സ്ഥാനവും ലഭിക്കുന്ന വിധത്തിൽ നിന്റെ ശരീരത്തെ നീ മാറ്റി, നിന്റെ കാഴ്ചപ്പാടിനെ നീ മാറ്റി തിരിക്കണം. ലാ സിയ്യമ ബിദലായിലുൽ ഖൈറാത്തി, പ്രത്യേകിച്ചും ദലായിലുൽ ഖൈറാത്ത് എന്ന ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു രചിച്ച മഹത്തായ സ്വലാത്തിന്റെ വാചകങ്ങൾ അത് നീ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ട് ആത്മീയമായ വെളിച്ചം നിന്റെ ഹൃദയത്തിലേക്ക് എത്തുന്നതിനും അരുതായ്മകളോട് ഗുഡ് ബൈ പറയുന്നതിനാവശ്യമായ സ്വഭാവം സ്വീകരിക്കുന്നതിനും ഈ മാർഗം സ്വീകരിക്കണം എന്ന് മഹാന്മാര് പറഞ്ഞു. മറ്റൊരു വാക്യം കാണാം, ബിദലായിലുൽ ഖൈറാത്തി കുൻ മുത്തമസ്സിക്കൻ വൽസം ഖിറാഅതഹാ തനൽ മാ തബ്തഗി ഫശവാരിഖുൽ അൻവാരി ലാ യഹതും ബിഹാ ഫത്തർകു മിൻക ലഹാ അഖീ ലാ യംബഗി. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്ത് നീ മുറുകെ പിടിക്കണം, അതെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പാരായണം ചെയ്താൽ തനൽ മാ തബ്തഗി, നിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായി അത് നിനക്ക് കാണാൻ സാധിക്കും. കാരണം ഫശവാരിഖുൽ അൻവാരി ലാ യഹതും ബിഹാ, ആ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേകമായ ആത്മീയ പ്രകാശങ്ങൾ അത് നിന്നിലേക്ക് നിരന്തരം പ്രവഹിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയായിരിക്കും അത്. അതുകൊണ്ട് ഫത്തർകു മിൻക ലഹാ, ആ ദലായിലുൽ ഖൈറാത്തിനെ നീ ഉപേക്ഷിക്കുക എന്നത് ലാഖീലാത്തം ലാ യംബഗി, സഹോദര അതൊരിക്കലും തന്നെ അനുയോജ്യമായ രീതിയല്ല. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം നമ്മിലേക്ക് വന്നു ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് മുത്തുനബിന്റെ പേരുള്ള സ്വലാത്തിന്റെ വർധനവെങ്കിൽ ആ സ്വലാത്തിന്റെ വർധനവ് ഫലപ്രദമായി നിർവഹിക്കാനുള്ള ഏറ്റവും നല്ലൊരു സജഷനാണ് വാസ്തവത്തിൽ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുള്ള മഹത്തായ ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്ത്. ആ സ്വലാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം വിശേഷണങ്ങളും അതേപോലെ നബി തങ്ങളുടെ ധാരാളം നാമങ്ങളും അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം മദ്ഹുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ സ്വലാത്തിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ദലായിലുൽ ഖൈറാത്ത് എന്ന ഈ സ്വലാത്ത് അഥവാ മുത്തുനബിന്റെ സ്വലാത്തിനു വേണ്ടിയുള്ള പ്രത്യേക സേവനം ചെയ്യണമെന്ന ആ ഒരു ചിന്തയിലേക്ക് തന്നെ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു എത്തിയതിനുള്ള കാരണത്തെ സംബന്ധിച്ച് ജാമിഉ കറാമാത്തിൽ ഔലിയാ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടായിരുന്നു മഹാനവർകൾ അത്തരമൊരു ഉദ്യമത്തിന് മുതിർന്നത്? മഹാൻ പറഞ്ഞു, ഒരിക്കൽ നിസ്കാരത്തിന്റെ സമയമായി ഒളു ചെയ്യാൻ വേണ്ടി മഹാനവർകൾ വന്നു. പക്ഷെ കിണറിന്റെ അടുത്ത് വന്നപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ ആവശ്യമായ ബക്കറ്റോ പാട്ടയോ ഒന്നും അവിടെ കാണാനില്ല. ആ സമയത്ത് വല്ലാതെ പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയുന്നില്ല. എനിക്ക് നിസ്കരിക്കണമല്ലോ, ഒളു ചെയ്യണമല്ലോ, അംഗശുദ്ധി വരുത്താനുള്ള സംവിധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഒരു ബേജാറ് മനസ്സിലിങ്ങനെ വന്നപ്പോൾ ഒരു പരിഭ്രമം തോന്നി. ആ സമയത്ത് ഈ രംഗം കണ്ടുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി ഉയർന്നൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടി വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. ആ സമയത്ത് ജസൂൽ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ പേരൊക്കെ പറഞ്ഞു. മുഹമ്മദ് ബിൻ സുലൈമാൻ എന്ന് പറഞ്ഞാൽ ഇമാം ജസൂൽ റളിയല്ലാഹു അൻഹുവിന്റെ പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, അൻതർ റജുലുൽ ലദീ യുസ്നാ അലൈക ബിൽ ഖൈർ, നിങ്ങൾ വലിയ നന്മയുള്ള ആളാണ്, വലിയ മുദരിസാണ്, ഇൽമിന്റെ പ്രചാരകനാണ് എന്നൊക്കെ നിലക്ക് നാട്ടിലൊക്കെ വലിയ പ്രശസ്തിയുള്ള ആളാണല്ലോ. എന്നിട്ട് തതഹയ്യറു ഫീമാ തഖ്റുജു ബിഹിൽ മാ തുഖ്രിജു ബിഹിൽ മാ മിനൽ ബിർ, ആ കിണറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനത്തിന് എന്തു ചെയ്യും എന്ന് നിങ്ങൾ പരിഭ്രമിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി ആ കിണറിലേക്ക് ചെറുതായൊന്ന് തുപ്പിയപ്പോൾ ഭൂമിയിലേക്ക് ആ കിണറിൽ നിന്ന് വെള്ളം ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് പോലെ വെള്ളം മുകളിലേക്ക് വരികയും മഹാനവർകൾ വുളു ചെയ്യുകയും ചെയ്തു. വുളു ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയോട് ബഹുമാനപ്പെട്ട ഇമാം ജസൂൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഖ്സംതു അലൈകി ബിമൻ ഇൽതി ഹാദിഹിൽ മർത്തബ, പ്രിയപ്പെട്ട കുട്ടി, ഇങ്ങനെ ഒരു മഹത്തായ സ്ഥാനം നിങ്ങൾ എന്തുകൊണ്ടാണ് നേടിയെടുത്തത്? ഏത് പുണ്യം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആ പെൺകുട്ടി പറഞ്ഞു, ബികസ്റത്തി സ്വലാത്തി അലാ മൻ കാന ഇദാ മശാ ഫിൽ ബർരിൽ അഖ്ഫരി തഅല്ലഖത്തിൽ വുഹൂശു ബിഅദിയാലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന്റെ വർധന കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഗതി എനിക്ക് നേടിയെടുക്കാനായത്. ആ നബി തങ്ങളുടെ ഒരു വിശേഷം പരിചയപ്പെടുത്തി. ഇദാ മശാ ഫിൽ ബർരിൽ അഖ്ഫർ, നല്ല കാട്ടിലൂടെ മുത്തുനബി സല്ലല്ലാഹു തങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെയുള്ള ഹിംസ്ര ജന്തുക്കളൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതായിട്ട്, മുത്തുനബിന്റെ കൂടെ ബഹുമാന പുരസ്സരം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന നബി എന്ന് ഒരു മദ്ഹ് കൂടി പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി സ്വലാത്തുവിന്റെ വർധന കൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനം നേടാനായത് എന്ന് പറഞ്ഞത്. ആ സമയത്ത് ഫഹലഫ റളിയല്ലാഹു അൻഹു, ഇമാം ജസൂൽ റളിയല്ലാഹു അൻഹു
ഉറപ്പിച്ച് തീരുമാനിച്ചു, സത്യം ചെയ്തു, അയ്യു അല്ലിഫ കിതാബൻ ഫിസ്സലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ പേരിൽ ഒരു സ്വലാത്തുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം രചിക്കാൻ. അങ്ങനെയാണ് സ്വലാത്തിന്റെ മഹത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം വിശേഷണങ്ങളും നാമങ്ങളും ചേർത്തുകൊണ്ട് അവിടുത്തെ ഒരുപാട് മദ്ഹുകൾ കൂടി സമം ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ബൃഹത്തായ ഒരു സ്വലാത്തിന്റെ ഗ്രന്ഥം ആഴ്ചയിൽ തന്നെ ഓരോ ദിവസം വ്യത്യസ്തമായി നമുക്ക് സാധാരണ പോലെ ചൊല്ലിത്തീർക്കാവുന്ന വിധത്തിലുള്ള ആ മഹത്തായ ഒരു സ്വലാത്ത് മുസ്ലിം ഉമ്മത്തിന് ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്നുവരെ ആ സ്വലാത്ത് ധാരാളമായി വിശ്വാസികളുടെ നാവുകളിലൂടെ കറങ്ങി നടക്കുന്നുവെങ്കിൽ ജസൂലി ഇമാം റളിയല്ലാഹു അൻഹു ഒരു മഹത്വമാണ്, ചൊല്ലുന്നവർക്കും വലിയ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പവും ബന്ധവും സുദൃഢമാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ആ സ്വലാത്തിന്റെ വർധനവ്. നമുക്ക് നബിതങ്ങളോടുള്ള അടുപ്പം സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർ വഴിയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു വിശ്വാസിക്ക് എങ്ങനെ അതിൽ നിന്ന് പുറകോട്ട് മാറാനാവും. അതുകൊണ്ട് ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു എന്ന വലിയ കറാമത്തിന്റെ ഉടമയായ ആ മഹാനവറുകളുടെ ആ സ്വലാത്ത് കൂടി അവിടത്തെ കൂടി ഒരു ബന്ധം സ്ഥാപിക്കാൻ ഉതകുന്ന വിധത്തിൽ സ്വലാത്തുമായി നമ്മളൊക്കെ കൂടുതൽ ബന്ധപ്പെടണമെന്ന് കൂടി ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു നമ്മളെ തൊട്ടെല്ലാം അല്ലാഹു തആല ഖൈറായ പ്രതിഫലം നൽകുമാറാവട്ടെ. മഹാനവറുകളുടെ ഹദ്റത്തേക്ക് ഒരു ഫാത്തിഹ ഓതി എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വസല്ലല്ലാഹു അല നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.